അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ലോകാവസാനത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന്. ആദ്യം നമ്മളുടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിലൂടെ ഊതും. അപ്പോൾ ലോകം അവസാനിക്കും. അതിനുശേഷം 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിലൂടെ ഊതും. അപ്പോൾ ഈ ലോകം മുഴുവൻ ഒടിഞ്ഞ് തരിപ്പണമാകും. നമ്മളെല്ലാം മരിച്ചു. നമ്മളെല്ലാവരെയും ഒരു സ്ഥലത്തോട്ട് കൂട്ടി നിർത്തും. ആ സ്ഥലമാണ് മഹ്ശർ. മീസാനിൽ നമ്മൾ നാട്ടിൽ വെച്ച് ചെയ്ത നല്ലതും ചീത്തതും ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അതൊക്കെ വെളിവാക്കപ്പെടും. മാത്രമല്ല, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കിതാബുകൾ ലഭിക്കും. പക്ഷേ അതിൽ അറബിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ നമുക്കതൊന്നും തിരിയില്ല. നമ്മൾക്ക് അറബി അറിയെങ്കിൽ നമ്മളതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് തിരിയും. To nature's beauty, dazzle them all. ആ ഭാഗം വെറുതെയാണ്. അടുത്തതാണ് മീസാൻ. മീസാനിൽ നമ്മൾ വലതു ഭാഗത്തിൽ നമ്മൾ നല്ലത് ചെയ്തതും ഇടതു ഭാഗത്ത് നമ്മൾ ചീത്തത് ചെയ്തതും തൂക്കും. അതിൽ നല്ലതാണ് കൂടുതൽ ഭാരമുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തോട്ടാണ് നമ്മുടെ ലക്ഷ്യം. അതോ ചീത്തതാണ് ഭാരം കൂടുതലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നരകത്തോട്ടാണ്. അങ്ങനെ അവിടെ വെച്ച് അത് കഴിഞ്ഞാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ ആ നേരത്ത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥലമാണ് സിറാത്ത് പാലം. സിറാത്ത് പാലം എന്ന് വെച്ചാൽ ഒരു മുടിയുടെ തുമ്പറ്റത്തിൻ്റെ അത്രയും കട്ടി കുറഞ്ഞ ഒരു പാലമാണത്. മാത്രമല്ല, അതിൽ നരകത്തിലേക്ക് അടിയിൽ മുഴുവൻ നരകമായിരിക്കും. നേരെ അപ്പുറത്ത് സ്വർഗം. അപ്പോൾ അടിയിൽ നരകമായിരിക്കും. അപ്പോൾ ആരാണ് നരകത്തിലേക്കുള്ള ലക്ഷ്യം മീസാനിൽ വെച്ച് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ അവരുടെ കാലുകൾ മുറിഞ്ഞു പോയി. അവർ നല്ലപോയി. ഇത് 50 വർഷം നടക്കാനുള്ള ഒരു പാലമാണ്. പക്ഷെ സ്വർഗത്തിലോട്ട് ലക്ഷ്യമുള്ളവർ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും 2 റക്അത്ത് നിസ്കരിച്ച് കഴിയുന്ന അത്ര നേരം മതി അവർക്ക് കണക്കാൻ. പിന്നെ നമ്മൾ ജനിക്കുമ്പോഴൊക്കെ കറുത്ത മൂരി അവരവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ പോത്ത്, അല്ലെങ്കിൽ ആട്. അവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും നമുക്ക്. മാത്രമല്ല, അവരുടെ പുറത്ത് കയറിയാണ് നമ്മൾ സ്വർഗത്തിലോട്ട് പോവുക. ചിലവർ അവരുടെ വാഹനമായ മൃഗങ്ങളിൽ സ്വർഗത്തിൽ പോയിക്കുന്നു. ചിലവർ കാലും മുറിഞ്ഞ് നരകത്തിൽ കിടക്കുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും. ഇനി ദിവസം കാണാം. ബൈ ബൈ.